വളരെ എളുപ്പത്തിലൊരു ഹൈദരാബാദി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് 2 കപ്പ് ബസുമതി അരിയാണ് എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിലൊന്ന് അരമണിക്കൂറൊന്ന് സോക്ക് ചെയ്തിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ ചോറ് വെക്കുന്നത് പോലെ വേവിച്ചെടുക്കാം. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, തക്കോലം എന്നിവയൊക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലും നെയ്യും ചേർത്ത് കൊടുത്തിട്ടൊന്ന് വേവിച്ച് ഇനി നമുക്കിതിലേക്ക് വറുത്ത ഉള്ളി വേണം. അതിനായിട്ട് 4 സവാള ചെറുതായി മുറിച്ചിട്ട് എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വെക്കാം. 1/2 കിലോ ചിക്കനിലേക്ക് നമുക്ക് ഹൈദരാബാദി ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള ബിരിയാണി മസാല 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പുതിനയില, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മസാല പുരട്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലേക്കായിട്ട് കുറച്ച് വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട്, റേസിൻസ്, വറുത്ത ഉള്ളി, മല്ലിയില, പുതിനയില, കുറച്ച് ഗരം മസാല, നെയ്യ് എന്നിവ ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് 5 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്.